നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ പ്രശ്നമായി രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 2 കോളേജുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് തിരുവനന്തപുരത്തെ. ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളിൽ ഒന്നാണ് നമ്മുടെ തിരുവനന്തപുരത്തെ CET, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജ്. ഈ 2 കോളേജുകളും അതത് സർവകലാശാലയിലെ കീഴിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകളാക്കാനായിട്ടുള്ള സ്റ്റെപ്പാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള അടുത്ത നടപടിക്രമങ്ങൾ തുടങ്ങിയെന്നുള്ള വാർത്ത ഇന്ന് ചില പത്രങ്ങളിൽ വന്നിരുന്നു. അതിന്റെ എങ്ങനെയായിരിക്കും ഭരണസമിതി തുടങ്ങിയ കാര്യങ്ങളും ഭരണം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വരും. അപ്പോൾ നിയമസഭയിൽ ഇക്കാര്യം ചർച്ചയിൽ, ബഡ്ജറ്റിന്റെയും നയപ്രഖ്യാപനത്തിന്റെയും ചർച്ചയിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ തന്നെയാണ് സംസാരിച്ചത്. ഈ കോളേജുകൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല പല യൂണിവേഴ്സിറ്റികളും, മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും BJPയുടെ നോമിനികളെ കുത്തി നിറച്ചുകൊണ്ട്, RSSന്റെ നോമിനികളെ കുത്തി നിറച്ചുകൊണ്ട് അതിനെ ഒരു RSS BJP വർഗീയ അജണ്ടയുടെ സൗകര്യത്തിനു വേണ്ടി മാറ്റി തീർക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ഏറ്റവും ഒരു IITക്ക് തുല്യമായി മാറാവുന്ന നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെയും തൃശൂർ മെഡിക്കൽ കോളേജിനെയും ഇതേപോലെ തന്നെ നേരിട്ട് ഗവർണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിൽക്കുന്ന, ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാക്കി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ അത് മാറ്റാനുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ വളരെ അപകടകരമായ അവസ്ഥയുണ്ടാവും. ആ പ്രധാനപ്പെട്ട കോളേജുകളും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളെ എങ്ങനെയാണോ അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന നിലയിലേക്ക് അതിനെ പോകും എന്നുള്ളത് വ്യക്തമാവും. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അതിന്റെ സ്റ്റെപ്സൊക്കെ ഔദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരികയാണ്. അപ്പോൾ അടിയന്തരമായി ആ PM ശ്രീയുടെ കാര്യത്തിലുള്ള കീഴടങ്ങലും വഖഫിന്റെ കാര്യത്തിലുള്ള കീഴടങ്ങലും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ മിക്കവാറും എല്ലാ സെനറ്റ് അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്തത് എങ്ങനെയാണ്? സിൻഡിക്കേറ്റിലേക്കുള്ള അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിനകത്ത് അത്തരം കാര്യങ്ങൾ പറ്റുമെങ്കിൽ കാണിക്കാനായിട്ട് ഗവർണർ ഓഫീസ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം, BJPയുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുള്ള ആരോപണം വരികയാണ്. അപ്പോൾ ഇവിടെ ഈ 2 കോളേജ് കൂടി അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങൾ കൂടി BJPയുടെ വർഗീയ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റാൻ ഉള്ള ശ്രമം വരികയാണ്. ശ്രീ VD സതീശൻ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ രഹസ്യമായിട്ടല്ല, അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടല്ല, ആരാണ് ഡീൽ ഇത്തരം കാര്യങ്ങൾ ഉറപ്പിക്കുന്നതെന്ന് വ്യക്തമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് നോക്കുമ്പോൾ അതിന്റെ ഗൌരവം മനസ്സിലാവും. ആ തരത്തിലൊരു ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടൽ വേണം. ഗവൺമെന്റ് അത്തരം ഒരു നടപടിക്രമത്തിൽ നിന്ന് പിന്മാറുകയും വേണം. കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകളെ നേരെ ഇതിന്റെ ഏജൻസിയാക്കി മാറ്റുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് പോകരുത്. സെക്രട്ടറിമാർക്കും സീനിയർ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾക്കും ഇത് വിട്ടുകൊടുത്താൽ അങ്ങനെ തന്നെയാവും. അത് പറയാനാണ്. BJPയുടെയും RSSന്റെയും ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള നിലപാടിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ. ഇപ്പോ ശബരിമലയുടെയൊക്കെ കാര്യത്തിൽ വലിയ സമരം നടന്നൊരു സ്ഥലമാണ് നമ്മുടെ നാട്. ഇപ്പൊ അയോധ്യയില് എത്ര ആയിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതിനെപ്പറ്റി ആർക്കും പിടിയില്ലാത്ത സ്ഥിതിയാണ്. അയോധ്യ മാത്രമല്ല, മറ്റ് അമ്പലങ്ങളിലും മറ്റ് ഇതേപോലുള്ള സംവിധാനങ്ങളിലൊക്കെ വരികയാണ്. അപ്പൊ എവിടെ പോയാലും RSS അവരുടെ വർഗീയ അജണ്ട മാത്രം അത് നടപ്പിലാക്കുക മാത്രമല്ല, മൂടോടെ കൊള്ളയടിക്കുന്ന സമീപനം കൂടെ സ്വീകരിക്കുന്നവരാണ് എന്നുള്ള സംഭവം സംബന്ധിച്ചും നമുക്കിപ്പോൾ വാർത്തകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഓരോ മേഖലകളെ ഏൽപ്പിക്കാൻ തങ്ങൾക്ക് മറ്റു ചില മേഖലകളിൽ പിന്തുണ കിട്ടുമെന്നുള്ളത് കൊണ്ട് UDF ഗവൺമെന്റ് തയ്യാറാവുന്നു. അത് അടിയന്തരമായിട്ട് അക്കാര്യം കൂടി, BJPയുടെ പൊതു സ്വഭാവം കൂടി ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്, RSSന്റെ സ്വഭാവം മനസ്സിലാക്കുകയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിനകത്ത് അടിയന്തരമായിട്ട് നിലപാടെടുത്ത് അഭിപ്രായം പറയും സംസ്ഥാന ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്.